നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജനെ CPM മാറ്റിയതിലൂടെ പാർട്ടിക്ക് BJPയുമായി ബന്ധമുണ്ടെന്ന UDF ആരോപണം ശരിയെന്ന് തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നേരത്തെ ഇ.പിയും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത്. BJP നേതാവുമായുള്ള കൂടിക്കാഴ്ചക്കെതിരെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നില്ല. BJPയും CPMും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണിതെന്നും ജയരാജൻ വ്യക്തമാക്കി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ ധാരണയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇ.പിക്കെതിരെ അച്ചടക്ക നടപടിയിൽ തീരുമാനമായതെന്നാണ് വിവരം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇ.പിക്ക് വിനയായത്. CPM നേതാവ് TP രാമകൃഷ്ണന് LDF കൺവീനറുടെ പകരം ചുമതല നൽകുമെന്നാണ് സൂചന. ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ ഇ.പിയെ നീക്കിയ വിവരം CPM റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം. ഇ.പി. ജയരാജൻ BJPയിൽ ചേരുന്നതിനു വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനാണ് ആദ്യം ആരോപിച്ചത്. ഇതിനു പിന്നാലെ ഇ.പി. ജാവ്ദേക്കറെ കണ്ടിരുന്നതായി ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. പിന്നാലെ ഈ കാര്യത്തിൽ ജയരാജൻ വിശദീകരണം നൽകിയിരുന്നു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നുമായിരുന്നു ഇ.പിയുടെ പ്രതികരണം. BJPയിൽ നിന്ന് മാത്രമല്ല, തന്നെ കാണാൻ അങ്ങനെ നിരവധി നേതാക്കൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെന്നും കണ്ടതിൽ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു. അങ്ങനെ സംസാരിച്ചാൽ മാറിപ്പോകുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും ഇ.പി അന്ന് പറയുകയും ചെയ്തു. ഇ.പി. ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച വിവാദത്തിലാണ് ഈ നടപടി. കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇതോടെയാണ് ഇ.പിയെ മാറ്റുന്നത്. കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ.പി താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ മുന്നണി യോഗം തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ച ഇ.പി വസതിയിലെത്തി. മാധ്യമങ്ങൾ കാത്തുനിന്നെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീടിനകത്തേക്ക് കയറുകയായിരുന്നു. ഇ.പിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് ഇ.പിക്ക് ഉൾക്കൊള്ളാനായില്ല. കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇ.പി പ്രതിഷേധത്തിലായിരുന്നു. നാളെ മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം നടപടികൾ പാർട്ടിക്ക് സാധ്യമല്ല. അതിനാൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി നടപടി സ്വീകരിക്കുകയായിരുന്നു.